Good morning. I start my class. In the last class, I told you something about tenses. Mainly present tense, past tense, future tense. Present tense is classified into four. The first one is simple present, present continuous, present perfect, present perfect continuous. ഇതിൽ നമുക്ക് പ്രസൻറ്റൻസിലെ നാലാക്കി തരംതിരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഹൗ ക്യാൻ വി ഐഡൻറ്റിഫൈ ദ ടെൻസസ്? അപ്പോൾ if we want to know or if we want to identify the tense, we have to look at the predicate part. We have to look at the predicate part. Predicate part എന്നുള്ളത് സബ്ജക്റ്റ് കഴിഞ്ഞുള്ള ഭാഗത്തിന് predicate part എന്ന് പറയും. നാം പറഞ്ഞിട്ടുണ്ട് പ്രെഡിക്കേറ്റ് പാർട്ടിലെ പ്രധാന ഭാഗം വെർബായിരിക്കും. പ്രെഡിക്കേറ്റിൽ വെർബ് കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്റ്റോ കോംപ്ലിമെൻറ്റ്സോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ സബ്ജക്റ്റ് പാർട്ടോ പ്രെഡിക്കേറ്റ് പാർട്ടോ വലുതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് സബ്ജക്റ്റ് പാർട്ട് വലുതാക്കാം, പ്രെഡിക്കേറ്റ് പാർട്ട് വലുതാക്കാം. അപ്പോൾ പ്രെഡിക്കേറ്റ് പാർട്ട് നോക്കിയാലാണ് നമുക്ക് വെർബിനെ കണ്ടെത്തുക. വെർബിൻ്റെ ഫോം അനുസരിച്ചാണ് നമ്മൾ ടെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ഇതാ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് ഒന്ന് പോവാം. I write a novel. ഇതിൽ റൈറ്റ് എന്നുള്ള വെർബ് ബേസ് ഫോം ആണ്. ചിലപ്പോൾ അവിടെ എസ് ഫോം വരാം. എപ്പോൾ സബ്ജക്റ്റ് ഹീ ഷീ ഇറ്റ് വരികയാണെങ്കിൽ റൈറ്റ് എന്നുള്ള സ്ഥലത്ത് റൈറ്റ്സ് എന്ന് വരേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പറയും ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ അല്ലേ, ഐ എന്നുള്ളത് ഏകവചനമായിട്ടല്ലേ കാണുന്നത്. ഐ എന്നുള്ളത് ഏകവചനം തന്നെയാണെങ്കിലും ഇറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ. മലയാളത്തിൽ അതിനെ വിളിക്കുക പൂജക ബഹുവചനം എന്നാണ്. പൂജക ബഹുവചനം. എ റെസ്പെക്റ്റബിൾ മാൻ, എ റെസ്പെക്റ്റബിൾ തിങ്, ആദരണീയൻ. എന്നുള്ളതിന് നമ്മളൊക്കെ പഠിച്ചുള്ളത് ഞാനെന്നാണെങ്കിലും, ഞാനും നിങ്ങളൊക്കെ പഠിച്ചുള്ളത് ഞാനെന്നാണെങ്കിലും ചില അവസരങ്ങളിൽ അതിൽ പൂജകനായി കാണുന്നവരെ നാം എന്ന് പറയാറുണ്ട്. നാം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജാവ് പറയുമ്പോൾ ഏകവചനാണെങ്കിലും അതിനെ പൂജക ബഹുവചനമായിട്ട് കാണുന്നത് കൊണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷ രാജഭരണമുള്ള രാജ്യത്ത് നിന്ന് വന്നതായതുകൊണ്ട് രാജാവിന് പ്രത്യേക ഏകവചനമാണെങ്കിൽ രാജാവിനെ പൂജിതനായി കണക്കാക്കുന്നതുകൊണ്ട് എന്നുള്ളതിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു. ആയതുകൊണ്ട് കാണുമ്പോഴും ബഹുവചനം കാണുമ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ബേസ് ഫോം ആണ് വെക്കേണ്ടത്. അതേസമയം ഹീ ഷീ ഇറ്റ് എന്നുള്ള സിംഗുലർ വരുമ്പോൾ ബേസ് ഫോമിന് പകരം എസ് ഫോം വയ്ക്കണം. അപ്പം എങ്ങനെയാണ് ഒരു ടെൻസ് ഏത് ടെൻസിലാണെന്ന് പറയാം, ഒരു വാചകം ഏത് ടെൻസിലാണെന്ന് പറയാൻ എങ്ങനെയാണ്? അതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ടിൽ നോക്കണം. പ്രെഡിക്കേറ്റിലെ പ്രധാന ഭാഗം വെർബായിരിക്കും. വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് വെർബായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം, ഒരു കണ്ടീഷൻ ആയിരിക്കാം. ഇപ്പോൾ ഐ ആം എ ടീച്ചർ എന്നുള്ളതിൽ ആണ്, അതിൽ ആ വെർബ് ആക്റ്റീവ് അല്ല. അതേസമയം റൈറ്റ് എന്നുള്ളതിൽ വെർബ് ആക്റ്റീവ് ആണ്. അപ്പോൾ ഐ റൈറ്റ് എ നോവൽ എന്ന് പറയുമ്പോൾ റൈറ്റ് എന്ന് കണ്ടു, ആയതുകൊണ്ട് അത് സിമ്പിൾ പ്രസൻസിലാണെന്ന് മനസ്സിലായി. എ നോവൽ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഐ റൈറ്റ് എ നോവൽ എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. ഐ ആം റൈറ്റിംഗ് എ നോവൽ, ആം റൈറ്റിംഗ് എ നോവൽ. അത് എങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? പ്രെഡിക്കേറ്റ് ഭാഗത്ത് സബ്ജക്റ്റ് ഐ ആണ്, സബ്ജക്റ്റ് പാർട്ട് ഒറ്റ വാക്കുകളും ഐ ആണ്. ആം റൈറ്റിംഗ് എ നോവൽ എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. ശ്രദ്ധിക്കണം, ഐ എന്നുള്ള സബ്ജക്റ്റ് പാർട്ടും ആം റൈറ്റിംഗ് എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ടും. അപ്പോൾ പ്രെഡിക്കേറ്റ് പാർട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിൽ പ്രധാന ഭാഗം ആം റൈറ്റിംഗ് ആണ്. ഈ രണ്ട് വാക്കിനെയും കണ്ടിട്ടാണ് നമ്മൾ ഇതിനെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. മറക്കരുത്, അതിൻ്റെ അർത്ഥം ഞാനൊരു നോവൽ എഴുതുകയാകുന്നു. അപ്പോൾ ഇൻ ദ പ്ലേസ് ഓഫ് ആം റൈറ്റിംഗ് ദർ മേ ബി ഈസ് റൈറ്റിംഗ്, ആർ റൈറ്റിംഗ് എന്നും വരാം. ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാലും ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞാലും എഴുതുകയാകുന്നു എന്ന് തന്നെയാണ് നിയമം. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് എങ്ങനെ അറിയാം? ഈസ് എം ആർ പ്ലസ് ഐ എൻ ജി കണ്ടാൽ ആ വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഐ വരുമ്പോൾ ഐ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ആം എന്നും, ഹി വരുമ്പോൾ ഈസ് എന്നും, ദേ വരുമ്പോൾ ആർ എന്നും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈസ് ആം ആർ പ്ലസ് ഐ എൻ ജി ഫോം കണ്ടാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കണം. ഇത് ഇപ്പോൾ തുടരുന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന ക്രിയയാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ
അത് ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞു, എന്നാൽ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഞാൻ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പെടുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ വായിച്ചത് മുമ്പാണ്, പക്ഷെ അതിൻ്റെ ആ കഥ ഇപ്പോഴും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്ക് ആ ഇഫക്റ്റ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നതുകൊണ്ട് അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു പ്രെഡിക്കേറ്റിൽ സബ്ജക്റ്റ് പാർട്ട്, മൂന്നാമത്തെ സബ്ജക്റ്റ് പാർട്ട് I എന്നാണ്. ഹാവ് റിട്ടർന്നോ ഹാസ് റിട്ടർന്നോ പ്രെഡിക്കേറ്റിൽ കണ്ടാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ആ അവസരങ്ങളിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടത്. ഇനി നാലാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാൻ ഷോർട്ട് ഫോമോടെ എഴുതുക പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ദീർഘകാലമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദീർഘകാലമായി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ സബ്ജക്റ്റ് പാർട്ട് കഴിഞ്ഞാൽ പ്രെഡിക്കേറ്റ് പാർട്ടിൽ എന്തൊക്കെ കാണുന്നു? ഹാവ് കാണുന്നു, ബീന് കാണുന്നു, ING കാണുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ ഹാസ് ബീൻ എന്നാണ് വരിക. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം കണ്ടാൽ ആ വാചകം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഒരു ജോലി നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എ കാർ ഫോർ ദ ലാസ്റ്റ് 6 hours. ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എൻ ഓട്ടോ ഫോർ ദ ലാസ്റ്റ് 3 hours. അല്ലെങ്കിൽ സിൻസ് 9 o'clock എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ 4 ടെൻസായി. അപ്പോൾ ഓരോ ടെൻസിനെയും നമ്മൾ തിരിച്ചറിയുക. ഇതാ ഞാൻ അതിൻ്റെ താഴത്തെ ബോർഡിൻ്റെ താഴത്തെ എല്ലാ ഫോമും കൊടുത്ത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം എന്തായിരിക്കും? ഒരു ക്രിയയുടെ ബേസ് ഫോം ഓർ എസ് ഫോം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഏകവചനമാണെങ്കിൽ എസ് ഫോമും, ബഹുവചനമോ ഫസ്റ്റ് പേഴ്സണും ആണെങ്കിൽ ബേസ് ഫോമും വയ്ക്കണം. രണ്ടാമത്തെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഈസ് ഓർ എം ഓർ ആർ പ്ലസ് ING ഫോമാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ. ഇതിനെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാണ് പറയുക. പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ പറയും V3ക്ക്. ഇത് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, അതിൻ്റെ ഫലം ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നതും അങ്ങനെയുള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. 4 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എങ്ങനെ തിരിച്ചറിയും? അതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ടിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. എപ്പോഴാണ് ഹാസ് വരിക? ഏകവചനമാകുമ്പോൾ, സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ ഹാസും, ബഹുവചനമാകുമ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോഴും ഹാവ്. ഞാൻ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ I ആണ് ഉദ്ദേശിക്കുന്നത്. I യും V ആണ് ഫസ്റ്റ് പേഴ്സൺ. V ബഹുവചനമാണെന്ന് നമുക്കറിയാം. I ബഹുവചനമാണെന്ന് തോന്നില്ല, പക്ഷെ അത് പൂജക ബഹുവചനമാണ്. I യും V യും വരുമ്പോൾ ബഹുവചനത്തിൻ്റെ വെർബായ ഹാവ് ഉപയോഗിക്കണം. ഈ ഷീ ഇറ്റ് ആകുമ്പോൾ ഹാസ് ഉപയോഗിക്കണം. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ദീർഘനേരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയെ സൂചിപ്പിക്കാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അപ്പോൾ 4 ടെൻസായി. ഇത് 4 ടെൻസിന് നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. ഞാൻ ഈ എഴുതി തന്നതുപോലെ എഴുതി പഠിച്ചിട്ട് യു റൈറ്റ് അനദർ എക്സാമ്പിൾ. ഒരു ഐ റൈറ്റ് എ നോവൽ കൊടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഐ റീഡ് എ നോവൽ എന്നാക്കുക. റീഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വേണ്ട, റീഡ് റെഡ് അതിനെയാണ്. സ്പെല്ലിങ്ങിനൊന്നും വ്യത്യാസമില്ല. റീഡ് എഴുതാൻ പറ്റില്ലെങ്കിൽ I see a cinema അങ്ങനെ എഴുതിക്കോളൂ. I see a cinema. എന്നിട്ട് അതിനെ ഈ ടെൻസിൽ എഴുതുക. അപ്പോൾ ചില വെർബുകളൊക്കെ നിങ്ങൾ പറയും ING ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. C ഒക്കെ പറ്റും. ചില വെർബുകൾ സ്റ്റാറ്റ്യൂ വെർബുകൾ എന്ന് പറയുന്ന സാധനമുണ്ട്. സ്റ്റാറ്റ്യൂ വെർബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാവുന്ന സാധനങ്ങൾ. ഇപ്പോൾ നാക്ക്, മൂക്ക്, തൊക്ക് എന്ന് പറയില്ല നമ്മൾ. അപ്പോൾ ഐ ഹാവ് ബീൻ സ്മെല്ലിങ് ഇറ്റ്, ഐ ഹാവ് ബീൻ സീമിങ് ഇറ്റ്, ഐ ഹാവ് ബീൻ ഫീലിംഗ് ഇറ്റ് എന്നൊന്നും പറയാറില്ല. ചില വെർബുകൾക്ക് ING ഫോം ഇല്ലാണ്ടല്ല, ആ ING ഫോം ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള വെർബുകളെ നമ്മൾ സ്റ്റാറ്റ്യൂ വെർബ് എന്നാണ് പറയുക. അപ്പോൾ ING വെർബ് ഉണ്ടെങ്കിൽ തന്നെ, ING ഫോം ഉണ്ടെങ്കിൽ തന്നെ ING ഫോമിലുള്ള പ്രയോഗങ്ങൾ ചെയ്യാറില്ലെങ്കിൽ അത് നമ്മൾ സ്റ്റാറ്റ്യൂ വെർബ് എന്നാണ് പറയുക. അത് നമുക്ക് വരും വഴിക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ 4 ടെൻസും ഒന്ന് എഴുതി പഠിക്കുക. ഇതുപോലെ എത്ര എണ്ണം നിങ്ങൾക്ക് ഒരു ദിവസം 2 ഗുളിക വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ 2 വെർബ് വെച്ച് എഴുതും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം വെർബുകൾ? സിറ്റ്,
സ്റ്റാൻഡ്, വർക്ക്, ഇങ്ങനെ ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഐ വർക്ക്, ഐ ആം വർക്കിംഗ്, ഐ ഹാവ് വർക്ക്ഡ്, ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഇങ്ങനെ 4 തരത്തിൽ എഴുതി അതിന് മലയാളം എഴുതി അതിന് പ്രിൻസിപ്പിൾ എഴുതി വയ്ക്കുക. സിമ്പിൾ പ്രസൻറ്റ് പ്രിൻസിപ്പിൾ എങ്ങനെയായിരിക്കും എന്നുകൂടി എഴുതി വെച്ച് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് തയ്യാറായി വന്നാൽ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 12 ആക്റ്റീവ് വോയിസുള്ള വാചകം, ഇതൊക്കെ ആക്റ്റീവ് വോയിസാണ്. 8 പാസീവ് വോയിസും കൂടി ഉണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാചകവും, നിങ്ങൾക്ക് അറിയുന്ന വെർബ് വെച്ച് ഏത് വാചകവും എഴുതാം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ സംസാരിക്കുന്നവരായിട്ട് സംസാരിച്ച് മാത്രമേ അത് പ്രാക്ടീസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടെൻസുകളൊക്കെ അറിഞ്ഞാൽ പിന്നെ ഗ്രാമർ വേറെ അറിയാൻ നിൽക്കണ്ട. ഈ ടെൻസുകളൊക്കെ അറിഞ്ഞു വന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഗ്രാമർ വെച്ച് കൃത്യമായിട്ട് പറഞ്ഞു പോവാം, എഴുതി പോവാം. എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ആദ്യം എഴുതി പഠിക്കുക, പിന്നെ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഏബിൾ ടു സ്പീക്ക്. അപ്പോൾ ഞാൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഇതൊന്ന് എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറായിരിക്കുക. അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കുന്നു. ഇനി പാസ്റ്റ് ടെൻസിനെ കുറിച്ച് 4ആയി വിഭജിച്ചത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചവർക്കെല്ലാം നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.